ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങിയ വർഷമായിരുന്നു 2024. നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചും വളരെ മികച്ചൊരു വർഷമായിരുന്നു ഇത്. ഈ 2024 അവസാനിച്ച് 2025 കടക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 2025 ഒരുപാട് വമ്പൻ സിനിമകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിൽ 2025 റിലീസാകാൻ പോകുന്ന ബിഗ്ഗസ്റ്റ് ഹോളിവുഡ് ആക്ഷൻ മൂവീസ് ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും ഇനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 1, മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിംഗ്. മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിലെ 8ാമത്തെ സിനിമയാണിത്. അവസാനത്തെ സിനിമയാണെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്, ഉള്ളതാണോ എന്നറിയില്ല. എന്തായാലും പുതിയ സാഹസങ്ങളുമായി നമ്മുടെ ഈതൻ ഹണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. 7ാമത്തെ സിനിമയായ ഡെഡ് റെക്കണിംഗ് പാർട്ട് 1ന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ സിനിമ. ആ സിനിമയിൽ പറഞ്ഞു വെച്ച ലോകത്തെ കൺട്രോൾ ചെയ്യാൻ കെൽപ്പുള്ള എൻറ്റിറ്റി എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ 7 സിനിമകളെ പോലെ ഇതും നല്ലൊരു സിനിമയായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മെയ് 23 സിനിമ റിലീസാകുന്നത്. നമ്പർ 2, ബല്ലറീന. ജോൺ വിക്കിന്റെ സ്പിൻ ഓഫ് സിനിമയാണത്. അനാദെ ആർമസ് ആണ് സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ജോൺ വിക്ക് ഉൾപ്പെടെ മറ്റു പല ക്യാരക്ടറുകളും ഈ സിനിമയിൽ റിട്ടേൺ ആവുന്നുണ്ട്. ജോൺ വിക്ക് ചാപ്റ്റർ 3യുടെയും ചാപ്റ്റർ 4ന്റെയും ഇടയ്ക്കാണ് ബല്ലറീനയുടെ കഥ നടക്കുന്നത്. തന്റെ അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ഈവ് മക്കാറോ എന്ന അസാസിന്റെ കഥയാണ് സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ട്രെയിലറൊക്കെ വൺ പ്രോമിസിംഗ് ആയിരുന്നു. ജൂൺ 6 സിനിമ റിലീസാകുന്നത്. നമ്പർ 3, മോർട്ടൽ കോംബാറ്റ് 2. 2021 ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയത്. ആ സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂസ് ആണ് കിട്ടിയതെങ്കിലും ബോക്സ് ഓഫീസിൽ വിജയിച്ചു. ഇതിനു മുമ്പ് മോർട്ടൽ കോംബാറ്റ് സിനിമകൾ ഇറങ്ങിയിരുന്നു, പക്ഷെ അത് പരാജയമായിരുന്നു. പിന്നെ റീബോട്ട് ചെയ്തിറക്കിയതാണ് ഈ സിനിമ. ഇത് വലിയൊരു ഫ്രാഞ്ചൈസ് ആകാനാണ് തീരുമാനം. ഇതിന്റെ ഗെയിം നിങ്ങളിൽ പലരും കളിച്ചിട്ടുണ്ടാകും. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഒക്ടോബർ 24 റിലീസാകുന്നത്. ഇതിൽ ദി ബോയ്സ് സീരീസിലെ ബില്ലി വിച്ചറായി അഭിനയിച്ച കാൾ അർബനും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. നമ്പർ 4, ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്. പുതിയ ക്യാപ്റ്റൻ അമേരിക്കയായ സാം വിൽസന്റെ, അതായത് ഫാൽക്കന്റെ ആദ്യ സിനിമയാണത്. റെഡ് ഹൾക്കാണ് മെയിൻ ആന്റഗണിസ്റ്റായി സിനിമയിൽ വരുന്നത്. ട്രെയിലർ കണ്ടിട്ട് ആക്ഷനോടൊപ്പം നല്ല രീതിയിൽ പോളിറ്റിക്സും സിനിമയിൽ പറയുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഫെബ്രുവരി 14 സിനിമയുടെ റിലീസ്. നമ്പർ 5, തണ്ടർബോൾട്സ്. DC-യുടെ സൂസൈഡ് സ്ക്വാഡിനെ പോലെ മാർവൽ അവരുടെ ആന്റി ഹീറോസിനെയും വില്ലന്മാരെയും ഒരുമിപ്പിച്ചിറങ്ങിയ ടീമാണ് തണ്ടർബോൾട്സ്. ബക്കി, യെലേന, റെഡ് ഗാർഡിയൻ, ജോൺ വാൾക്കർ, ടാസ്ക് മാസ്റ്റർ, ഗോസ്റ്റ്, സെൻട്രി ഇവരൊക്കെയാണ് സിനിമയിലെ ടീമിൽ ഉള്ളത്. ഇതിൽ സെൻട്രി മാർവലിന്റെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനെ മാർവൽ ഈ സിനിമയിലൂടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയായിരിക്കുമെന്ന് കണ്ടന്റ് അറിയണം. മെയ് 2 സിനിമ റിലീസാകുന്നത്. നമ്പർ 6, അവതാർ ഫയർ ആൻഡ് ആഷ്. ജെയിംസ് കാമറോന്റെ അവതാർ സാഗയുടെ അടുത്ത ചാപ്റ്ററാണ് ഈ സിനിമ. തീയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആഷ് പീപ്പിൾ എന്ന നാവി ക്ലാനും അവരുടെ നേതാവ് വാരാങ്കിനെ പറ്റിയുമാണ് ഈ സിനിമയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇവർ സിനിമയിൽ വില്ലന്മാരായിട്ടാണ് വരുന്നത്. പാണ്ഡവരയിലെ പുതിയ റീജിയനും അവിടെയുള്ള ആളുകളെയും അവരുടെ കൾച്ചറുമൊക്കെ കാണാനായി നമ്മൾ ഡിസംബർ 19 വരെ കാത്തിരിക്കണം. നമ്പർ 7, ട്രോൺ ഏരിസ്. ട്രോൺ ഫിലിം ഫ്രാഞ്ചൈസിലെ 3ാമത്തെ സിനിമയാണിത്. ആദ്യ സിനിമ ഞാൻ കണ്ടിട്ടില്ല, കാരണം അത് കുറച്ച് പഴയതാണ്. കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കാണേണ്ടത് 2ാമതിറങ്ങിയ ട്രോൺ ലെഗസിയാണ്. കിടിലൻ പടമാണ്. സത്യം പറഞ്ഞാൽ 2010 ഈ സിനിമ ഇറങ്ങിയതെന്ന് നമ്മൾ ചോദിച്ചു പോകും. അമ്മാതിരി ക്വാളിറ്റിയാണ് ഇതിലെ VFX-ന്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. അപ്പോ ഒക്ടോബർ 10 3ാമത്തെ സിനിമയായ ട്രോൺ ഏരിസ് റിലീസാകുന്നത്. നമ്പർ 8, ജുറാസിക് വേൾഡ് റീബർത്ത്. ജുറാസിക് വേൾഡ് ഡൊമിനിയന് ശേഷം 5 വർഷത്തിനിപ്പുറം നടക്കുന്ന കഥയാണ് ഈ സിനിമ. സ്കാർലറ്റ് ജോഹാൻസനും ജൊനാഥൻ ബെയ്ലിയുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ജൂലൈ 2 സിനിമ റിലീസാകുന്നത്. മുമ്പിറങ്ങിയ സിനിമകളെ പോലെ ഇതും ഇട്ട് വെറുപ്പിക്കുമെന്നു. നമ്പർ 9, ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. പുതിയ കഥയും പുതിയ ആക്ടേഴ്സുമായി വരുന്ന മാർവലിന്റെ പുതിയ ഫാന്റാസ്റ്റിക് ഫോർ സിനിമയാണത്. പെഡ്രോ പാസ്കൽ, വനാസ കെർബി, ജോസഫ് കുൻ, ഇബോൺ മോസ് ബാക്ര എന്നിവരാണ് ഫാന്റാസ്റ്റിക് ഫോറുകളായി വരുന്നത്. ഇവരുടെ ഒറിജിൻ സ്റ്റോറി ആയിരിക്കില്ല സിനിമയുടെ കഥ, മറിച്ച് പവേഴ്സൊക്കെ കിട്ടിയതിനു ശേഷമുള്ള കഥയായിരിക്കും. MCയുടെ ഭാഗമായി ഇറങ്ങുന്ന ഈ സിനിമ ജൂലൈ 25 റിലീസാവുക. നമ്പർ 10, സൂപ്പർമാൻ ലെഗസി. ജെയിംസ് ഗണ്ണിന്റെ DC യൂണിവേഴ്സിൽ നിന്നും വരുന്ന ആദ്യ സൂപ്പർമാൻ സിനിമയാണത്. നമ്മുടെ ഹെൻറി കാവിലൊക്കെ മാറി ഇപ്പോൾ ഡേവിഡ് കോറൻസെറ്റ് ആണ് പുതിയ സൂപ്പർമാൻ.
മാത്രമല്ല ഇതിൽ സൂപ്പർമാന്റെ ലോയൽ ഡോഗായ ക്രിപ്റ്റോയും കാണുമെന്ന് ജെയിംസ് ഗൺ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി. മുമ്പുള്ള DC സിനിമകൾക്ക് ഒരു ഡാർക്ക് നേച്ചർ ഉണ്ടായിരുന്നു. അതായിരുന്നു മാർവൽ സിനിമകളിൽ നിന്നും DC സിനിമയെ വ്യത്യസ്തമാക്കിയിരുന്നത്. പക്ഷേ അതിന് ഈ ജെയിംസ് ഗണ്ണിന്റെ DC യൂണിവേഴ്സിൽ നമുക്ക് കാണാൻ കഴിയില്ല. മുമ്പ് ബ്ലൂ ബിറ്റിൽ കണ്ടപ്പോൾ ഒരു സംശയം മാത്രമേ ഉള്ളായിരുന്നു, ഇങ്ങനെ ഇനി മുഴുവൻ സിനിമകളും ഇങ്ങനെയാണ് ചെയ്യാൻ പോണേന്ന്. ഇപ്പൊ സംശയമൊക്കെ മാറി ഉറപ്പായി. പിന്നെ ഇതിന് സൂപ്പർമാന്റെ സ്യൂട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു സിനിമയാണ്. അപ്പോ വീഡിയോ എത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ സിനിമകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.